ഒരു കമ്പനിക്ക് ഓരോ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണ് ഓരോ വർഷവും ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, ഇൻവെസ്റ്റേഴ്സ് മുതലായവർ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് നീട്ടിക്കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതും. ഇത്തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനായി ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പ്രധാനമായും 4 തരത്തിലുണ്ട്. കോസ്റ്റ് പ്രിൻസിപ്പിൾ. കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം വസ്തുവിൻ്റെ യഥാർത്ഥ വിലയാണ് പരിഗണിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ഇവിടെ പരിഗണിക്കുന്നില്ല. ഉദാഹരണത്തിന് 100 രൂപ വിലയുള്ള ഒരു വസ്തു മാർക്കറ്റിൽ 120 രൂപ വിലയുണ്ട്. കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം 100 രൂപ മാത്രമേ കണക്കിലെടുക്കുകയുള്ളൂ. മറ്റേത് റവന്യൂ പ്രിൻസിപ്പിൾ. ഇത് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന് സമാനമാണ്. അതായത് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ട്രാൻസാക്ഷൻസായി പരിഗണിക്കും. യഥാർത്ഥത്തിൽ ക്യാഷ് കിട്ടിയില്ലെങ്കിലും റവന്യൂ ഏൺ ചെയ്തതായി പരിഗണിക്കുന്നു. ഉദാഹരണത്തിന് ഇൻകം കിട്ടാനുള്ളത് അക്രൂഡ് ഇൻകം ആയി പരിഗണിക്കുന്നു. അതുപോലെ എക്സ്പെൻസുകൾ കൊടുക്കാനുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആയി പരിഗണിക്കുന്നു. മൂന്നാമത്തേത് മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ വർഷത്തെയും റവന്യൂവും എക്സ്പെൻസുകളും തമ്മിലൊരു മാച്ച് ഉണ്ടായിരിക്കണം. അതായത് എക്സ്പെൻസ് ചെലവാക്കുന്നതിനനുസരിച്ചുള്ള റവന്യൂ ഏൺ ചെയ്തിരിക്കണം. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതും മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണ്. അതായത് അസറ്റിന് ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ, അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ, ഇവ തമ്മിൽ ഓരോ വർഷവും മാച്ച് ചെയ്തു പോകണം. നാലാമത്തേത് ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മുഴുവനായി ഡിസ്ക്ലോസ് ചെയ്യണം. സ്ഥാപനത്തിൻ്റെ വ്യക്തവും സുതാര്യവുമായ ചിത്രം നൽകണം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ പ്രധാനമായും 2ആയി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു: അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളും അക്കൗണ്ടിംഗ് കൺവെൻഷനുകളും. അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ. ഒന്നാമത്തേത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിനെ ഒരു വ്യക്തിയായി പരിഗണിക്കുന്നു. അതായത് ബിസിനസ് ഒരു വ്യക്തിയാണ്, ബിസിനസ് തുടങ്ങാനായി തുക ഇൻവെസ്റ്റ് ചെയ്ത ആളും ഒരു വ്യക്തിയാണ്. രണ്ടും 2 വ്യക്തിത്വങ്ങളായാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പരിഗണിക്കുന്നത്. ഇത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇത് പ്രകാരം ഒരു ബിസിനസ് എന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഒരു വ്യക്തി ഒരു ബിസിനസ്സിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഈ 50,000 രൂപ ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രൊപ്പറൈറ്റർ ലോൺ നൽകിയതായാണ് പരിഗണിക്കുന്നത്. അതായത് പ്രൊപ്പറൈറ്റർ ഒരു വ്യക്തിയാണ്, ബിസിനസ്സും ഒരു വ്യക്തിയാണ്. 50,000 രൂപ എന്നത് ക്യാപിറ്റലാണ്. 50,000 രൂപ പ്രൊപ്പറൈറ്റർ ആവശ്യപ്പെടുമ്പോൾ ബിസിനസ് എന്ന വ്യക്തി തിരിച്ചു നൽകേണ്ടതാണ്. അതിനാൽ ഇത് ലയബിലിറ്റിയാണ്. രണ്ടാമത്തേത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഇത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അതായത് ഏതൊരു ഇടപാടിനും 2 വശങ്ങളുണ്ട്: ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതായത് ഒരു ട്രാൻസാക്ഷൻ 2ഇടത്ത് രേഖപ്പെടുത്തണം. അതായത് ഏതൊരു ട്രാൻസാക്ഷനും 2 വശങ്ങളുണ്ട്: റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. അതുകൊണ്ട് ഇത് 2ഇടത്ത് രേഖപ്പെടുത്തണം. ഓരോ ഡെബിറ്റിനും തുല്യമായ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഈ ഒറ്റ ഇടപാടിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ഗുഡ്സ് വാങ്ങുന്നു, ക്യാഷ് കൊടുക്കുന്നു. ഇത് 2ഇടത്ത് രേഖപ്പെടുത്തണം. ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഇത് ഡബിൾ എൻട്രി സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ തന്നെ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്ന് പറയുന്നതും ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ്. മൂന്നാമത്തേത് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ വർഷത്തേക്കുമാണ്. അതായത് ഓരോ വർഷത്തെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്താണ് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. സാധാരണയായി അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് കണക്കാക്കുന്നത്. നാലാമത്തേത് ഗോയിങ് കോൺസേൺ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിന് ഒരിക്കലും അവസാനമില്ല. അതായത് ബിസിനസ് ഒരിക്കലും ലിക്വിഡേറ്റ് ചെയ്തതായി കണക്കാക്കുന്നില്ല. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിസിനസ് ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന കണക്കുകൂട്ടലിലാണ്.
ഈ ഒരു കൺസെപ്റ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അസറ്റായി കണക്കാക്കാനാവില്ല. അസറ്റിനെ അസറ്റായി ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യുവേഷൻ നടത്താൻ സാധിക്കുന്നതും ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അടയ്ക്കുന്നത് ഇതെല്ലാം ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ചാണ്. അതുപോലെ സപ്ലയർ ഗുഡ്സ് ക്രെഡിറ്റിന് ഡെലിവർ ചെയ്യാൻ തയ്യാറാകുന്നതും ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. അഞ്ചാമത്തേത് കോസ്റ്റ് കൺസെപ്റ്റ്. ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് പരിഗണിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ഇവിടെ പരിഗണിക്കുന്നില്ല. കോസ്റ്റ് കൺസെപ്റ്റ് ഒരു നല്ല റിസൾട്ട് തരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മാർക്കറ്റ് വാല്യൂ ഇവിടെ പരിഗണിക്കുന്നില്ല. ആറാമത്തേത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളെ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് ട്രാൻസാക്ഷനുകളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അതായത് ക്വാളിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഏഴാമത്തേത് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഇത് റവന്യൂ റിക്കഗ്നിഷൻ കൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു സെയിൽ ചെയ്യുമ്പോൾ ലഭിക്കുന്ന വരുമാനമാണ് റവന്യൂ. ഇത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ പിന്നീടായിരിക്കും കിട്ടുന്നത്. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാലും റവന്യൂ റിയലൈസ് ചെയ്തതായി കണക്കാക്കുന്നു. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുമ്പോഴാണ് പോയിന്റ് ഓഫ് സെയിൽ നടക്കുന്നത്. അല്ലാതെ റവന്യൂ കിട്ടുമ്പോൾ അല്ല പോയിന്റ് ഓഫ് സെയിൽ നടക്കുന്നതായി പരിഗണിക്കുന്നത്. ഇതിന് 2 എക്സംഷൻസ് ഉണ്ട്. 1 ഹയർ പർച്ചേസ്, 2 കോൺട്രാക്റ്റ് അക്കൗണ്ടിങ്. ഹയർ പർച്ചേസ് അടവിന് സാധനങ്ങൾ വാങ്ങുന്നു. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുമ്പോഴാണ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കോൺട്രാക്റ്റ് പീരീഡ് അവസാനിക്കുമ്പോഴാണ് ഓണർഷിപ്പ് കൈമാറുന്നത്. എട്ടാമത്തേത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പ്രകാരം ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എവിഡൻസ് സൂക്ഷിക്കണം. ബില്ലായും വൗച്ചറായും കീപ്പ് ചെയ്യണം. ഇതിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ.